വില്യംസ് എന്തിനാ വില്ലകളുടെ ഡീറ്റെയിൽസ് നെറ്റിൽ കൊടുക്കാൻ പോയത്? അതല്ലേ കൂടുതൽ കുഴപ്പമായത്. ബാക്കിയുള്ളവൻ താമസിക്കുന്ന സ്ഥലത്ത് കയറി വില്ല പണിയാൻ നിനക്ക് ആരുടെ കോപ്പ അധികാരം തന്നത് എന്ന് ഞാനല്ല. ചോദിക്കേണ്ടവർ ചോദിച്ചാ എന്തോ മറുപടി പറയും. എന്റെ കർത്താവേ, ഭീഷണിപ്പെടുത്തിയ പോലെ ആ കളക്ടറെങ്ങാനും മുഖ്യമന്ത്രിക്ക് ഒരു കുറിപ്പ് എഴുതി അയച്ച എന്റെ കാര്യം. അളിയന്റെ മാത്രമല്ല എന്റെ കസേരയും പ്രശ്നത്തിലാ. ആ ഭാഗത്ത് കുടിവെള്ളം എത്തിക്കാതിരിക്കാൻ ഇനി ഏതായാലും പറ്റത്തില്ല. കുടിവെള്ളം മുട്ടിച്ച് കുടിയൊഴിപ്പിക്കുന്ന പരിപാടി ഇന്നത്തോടെ അവസാനിപ്പിച്ചില്ലെങ്കിലേ കത്തിക്കും ജനം. എല്ലാത്തിനും കാരണം അയാളാ, ആ കളക്ടർ. ഉടനെ എന്തെങ്കിലും തീരുമാനിച്ചില്ലെങ്കിൽ സംഗതികൾ വീണ്ടും കുഴയും. അവൻ വിരിച്ചുകൊണ്ടിരിക്കുന്ന വല എനിക്ക് വേണ്ടിയാ. പശ്ചിമ കൊച്ചിയുടെ തീരം ഞാൻ അടയാളപ്പെടുത്തിയ സ്ഥലമാണെന്ന് കണ്ടെത്തിയ അതേ വാശിയോടെ അവൻ ഇനിയും പലതും കണ്ടെത്താൻ ശ്രമിക്കും. അതുണ്ടാവാൻ പാടില്ല. അവൻ തുടങ്ങി വെച്ച സ്ഥിതിക്ക് നമ്മളും തുടങ്ങി വെക്കണം. എന്നെ കൊന്നൊന്നും കളഞ്ഞേക്കല്ലേ. ഇതുപോലൊരു സാധനം കയ്യിൽ വെച്ചു കൊടുത്ത് ബോംബും തോക്കും നേരെ ചൊവ്വയൊന്ന് കണ്ടിട്ട് പോലുമില്ലെന്ന് അവൻ പരിഹസിച്ച കൊച്ചി അണ്ടർവേൾഡിൽ നമ്മുടെ പിള്ളേരോട് പോയി പുകച്ചേച്ച് വരാൻ ആവശ്യപ്പെടാൻ അറിയാഞ്ഞിട്ടോ കഴിയാഞ്ഞിട്ടോ അല്ല. സമയമായിട്ടില്ല അതിനൊന്നും. ആദ്യം ബുദ്ധി കൊണ്ടൊരു കളി കളിക്കണം. ഒരു ചെറിയ ഗെയിം. ഈ ഗെയിം എന്ന് പറയുമ്പോ അതൊക്കെ ഉണ്ട്. വക്കീലേ, നാളെ തന്നെ അത് ഏർപ്പാട് ചെയ്യണം. ഇന്നലെ രാത്രി ക്ലബിലോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ വക്കീൽ വിളിച്ചു പറയുന്നത്. വക്കീൽ പറഞ്ഞത് കേട്ട് അപ്പൊ തന്നെ ചന്ദ്രനെ കൂട്ടി കോലോത്തേക്ക് ഒരു ഒറ്റ പോക്കായിരുന്നു. വക്കീൽ സൂചിപ്പിച്ച കാര്യം എത്ര അങ്ങോട്ട് പറഞ്ഞിട്ടും അളിയൻ തമ്പ്രാൻ അങ്ങോട്ട് കൺവിൻസ്ഡ് ആകുന്നില്ല. വേറൊന്നുമല്ല, കോവിലകം ബിൽഡേഴ്സ് എന്നൊരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നല്ലാതെ പ്രഭാകരൻ സൂചിപ്പിച്ചതുപോലെ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള ത്രാണിയൊന്നും ഇപ്പോഴെനിക്കില്ല. അത് ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയാൻ പറ്റില്ലെന്ന് പറഞ്ഞ പോലെയായി അല്ലേ? അതെ. കോവിലകം ബിൽഡേഴ്സ് പണിതുകൊണ്ടിരിക്കുന്ന വില്ലകളുടെ താക്കോൽ കൈമാറ്റം നടത്താൻ ഇനി 1 മാസമല്ലേ ഉള്ളൂ. അത് കഴിയുമ്പോൾ കോവിലകം ബിൽഡേഴ്സിന്റെ സ്ഥാനം ന്യൂ ഇന്ത്യക്കൊപ്പമോ അതിന്റെ മുകളിലോ. തമ്പുരാന്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചും പർച്ചേസിംഗ് കപ്പാസിറ്റിയെക്കുറിച്ചും മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നവനായി വില്യംസ്. അതുകൊണ്ടാ ഈ സംരംഭത്തിന് തമ്പുരാൻ തന്നെ വേണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചത്. ഇവിടൊക്കെ ഫ്ലാറ്റ് വന്ന ആളുകൾ കൊത്തിക്കൊണ്ടു പോകും, അക്കാര്യം ഉറപ്പാ. ഈ സ്ഥലം കണ്ടോ തമ്പുരാൻ? നമ്മൾ രണ്ടാളും ഒരുമിച്ച് നിന്നാ ഇത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാം. ഇത് പാടല്ലേ? അതെ, പക്ഷെ കൃഷിയില്ല. അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ഇപ്പൊ എവിടെ കൃഷി? ആകെ ഇൻവെസ്റ്റ്മെന്റ് 200 കോടി. അതിൽ 100 കോടി ഞാനും ബാക്കി 100 കോടി തമ്പുരാനും. ഈക്വൽ ഷെയർ, ഈക്വൽ പ്രോഫിറ്റ്. ഓക്കെ, നമ്മളിത് വാങ്ങിയില്ലെങ്കിൽ ആ സേട്ടോ പട്ടേലോ ഇത് വാങ്ങും. പിന്നെ ബിൽഡർമാരാണെന്ന് പറഞ്ഞ് നമ്മളിവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അതൊക്കെ ശരിയാണ് മിസ്റ്റർ വില്യംസ്. പക്ഷെ ഈക്വൽ ഷെയർ 100 കോടി എന്നൊക്കെ പറയുമ്പോ തമ്പുരാൻ വിചാരിച്ചാൽ അത് ഈസി ആയിട്ട് സാധിക്കും അല്ലേ? അതെ. അളിയ, ഇനി ഒന്നും ആലോചിക്കാനില്ല. അല്ല, ആലോചിക്കണം, ഒന്നുകൂടി ആലോചിക്കണം. മറുപടി നാളെ പറയാം. അല്ല അളിയ, ഇതിന് ഇത്ര ചിന്തിക്കാനൊന്നുമില്ല. ഇങ്ങനൊരു സംരംഭത്തിന് ആ വില്യംസിനെ നമ്മളെ വിളിക്കാൻ തോന്നിയത് തന്നെ മഹാഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അയാൾക്ക് വേണമെങ്കിൽ സേട്ടുവിനെ പട്ടേലിനെ ഒക്കെ വിളിക്കാൻ വരുന്നില്ലേ? വേണ്ട, ഗോമസ് ഉണ്ടായിരുന്നല്ലോ. അയാൾ പറഞ്ഞ പ്രോജക്ട്സിനോട് എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടൊന്നും അല്ല പ്രഭാര. പക്ഷെ 100 കോടി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഒപ്പിക്കാൻ പറ്റില്ലെങ്കിൽ കോവിലകം വക പ്രോപ്പർട്ടി എന്തെങ്കിലും വിൽക്കണം. ബോംബെയിൽ നമ്മുടെ ഒരു പ്രോപ്പർട്ടി ഇല്ലേ, അതങ്ങ് വിറ്റേര്. അച്ഛൻ തമ്പുരാന്റെ കാലത്ത് വാങ്ങിയിട്ടതാണ് അത് വിൽക്കാന്ന് വെച്ചാൽ കോലോത്തെ വരുമാനം പകുതിയായിന്ന്. അല്ല, സ്ഥലം നമ്മുടെ കയ്യിൽ വന്ന പിറ്റേ ദിവസം മുതൽ നമ്മൾ പണി തുടങ്ങില്ലേ. 1.5 കോടിയുടെ വില്ലകളാണ് നമ്മൾ കെട്ടാൻ പോകുന്നത്. ബുക്കിങ്ങിന്റെ സമയത്ത് തന്നെ എത്ര കാശ് വരുന്ന. എന്തായാലും എനിക്ക് ഉണ്ണിയോടും കൂടെ ഒന്ന് ആലോചിക്കണം. വേറൊന്നുമല്ല, കോവിലകം വക സ്വത്ത് വിൽക്കുമ്പോ അവനും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. പിന്നെ നിന്ന് തിരിയാൻ പറ്റാത്തത്ര തിരക്ക മൂപ്പർക്ക്. അതിനിടയ്ക്ക സ്ഥലമേൽപ്പന. അത് വിൽക്കുന്നത് വേറൊന്നിനല്ലോ, ബിസിനസ്സിനല്ലേ. അതും ഇതുപോലൊരു ബിസിനസ്. നമ്മൾ ഇതുവരെ ചെയ്ത പോലെ അല്ല ഇത്. ഇതിന് നമ്മൾ വരും കോടികൾ.
ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ നിനക്ക്? ഏട്ടനവിടെ? മോളിലുണ്ട്. ഏട്ടാ നീയോ? ഏട്ടാ ഒരു മിനിറ്റ്. ജസ്റ്റ് ഓക്കെ. ഈ വാർത്ത ശരിയാണോ? ശരിയാണ്. എന്തറിഞ്ഞിട്ടാണ് ഏട്ടൻ ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെടുത്ത് ചാടിയത്? വില്യംസ് ആരാണെന്ന് ഏട്ടൻ അറിയൂ? ബിൽഡർ. ബിൽഡർ. ഈ സിറ്റിയിലും പുറത്തുമായി അയാൾ നടത്തുന്ന ഇടപാടുകളെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഏട്ടൻ ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. അതെ, ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്. കൂട്ടുകച്ചവടത്തിന് വരുന്നവന്റെ സ്വഭാവ മഹിമയല്ല കച്ചവടത്തിൽ കിട്ടുന്ന ലാഭം. അതേ ബുദ്ധിയുള്ളൊരു ബിസിനസ്സുകാരൻ നോക്കൂ. ഓ, ഏട്ടൻ ലാഭം മാത്രം നോക്കി ബിസിനസ് ചെയ്യാൻ തുടങ്ങിയ വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. ക്ഷമിക്കണം. നീ വെറുതെ ദുർവ്യാഖ്യാനം ചെയ്യണ്ട. കോവിലകം ബിൽഡേഴ്സിന്റെ പാരമ്പര്യത്തിന് ചേരാത്ത ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യേയില്ല. പിന്നെ ഈ പ്രോജക്റ്റ്, അതിനെക്കുറിച്ച് നീ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അത് തുടങ്ങിക്കഴിഞ്ഞു. അറിയാലോ നിനക്ക്, കൃഷ്ണവിലാസം പാലസിലെ ഈ ഏട്ടൻ തമ്പുരാന് മറ്റെന്തിനേക്കാളും വലുത് വാക്കാണ്. വാക്ക് കൊടുത്തുപോയി, പണവും. നീ പോവേ. എറണാകുളം ജില്ലയിലെ കൃഷിക്ക് അനുയോജ്യമായതും അല്ലാത്തതുമായ പാടശേഖരങ്ങൾ നികത്തുന്നത് തടഞ്ഞുകൊണ്ട് ജില്ലാ കളക്ടർ അവിനാശ് വർമ്മ ഉത്തരവിട്ടു. നികത്തിയ പാടശേഖരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും തടഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ നടന്ന എല്ലാ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും പുനഃപരിശോധിക്കാനും ക്രമക്കേടുകൾ കണ്ടെത്തുവാനും വേണ്ടിയാണ് ഇത്. നെടുമ്പാശ്ശേരി, കാക്കനാട്, വൈപ്പിൻ, പറവൂർ എന്നിവിടങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കളക്ടറുടെ ഉത്തരവനുസരിച്ച് റവന്യൂ അധികൃതർ തടഞ്ഞു. ഇതൊരുമാതിരി മറ്റേ പരിപാടിയായി പോയല്ലോ എന്റെ വില്യം സാറേ. ബാക്കിയുള്ളവർ ഇല്ലാത്ത കാശുണ്ടാക്കി കോടികൾ മുടക്കി പാടം മുഴുവൻ വാങ്ങി കൂട്ടിയിട്ട് ഇപ്പോ അത് നികത്താൻ പറ്റില്ല എന്ന് വന്ന ഇതാ കലക്ടർ നമുക്കിട്ടൊന്ന് താങ്ങിയതാ. വക്കീലേ, ഒന്നും കാണാതെ ഈ വില്യംസ് പ്രവർത്തിക്കാറില്ല. അന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നില്ലേ, ഫീൽഡിൽ എൻ്റെ എതിരാളിയായ തമ്പുരാനെയും കൂട്ടി സംയുക്ത സംരംഭത്തിന് ഞാൻ ഇറങ്ങിയത് കണക്ക് കൂട്ടി തന്നെയാ. ഇങ്ങനൊരു ഉത്തരവ് ഇറങ്ങാൻ പോകുന്ന വിവരം ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു. തമ്പുരാൻ്റെ ഒപ്പം ചേർന്ന് വാങ്ങിയ പാടം മാത്രമല്ല ന്യൂ ഇന്ത്യ ബിൽഡേഴ്സിനുള്ളത്. അതിനേക്കാൾ എത്രയോ ഇരട്ടി പാടങ്ങൾ വേറെ കിടക്കുന്നു ജില്ലയുടെ പല പല ഭാഗങ്ങളിലായി. എന്താ, ശരിയല്ലേ? ശരിയാ. അതൊന്നും ഈ ഉത്തരവിൽപ്പെട്ട് നിശ്ചലമാവരുതെന്ന് നിർബന്ധമുണ്ട് എനിക്ക്. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ പട നടക്കേണ്ടത് പാളയത്തിലാ. കൃഷ്ണവിലാസം പാലസിലെ ഏട്ടൻ തമ്പുരാനും അനിയൻ തമ്പുരാനും തമ്മിൽ. പ്രഭാകരനും ചന്ദ്രനും എത്തിച്ചേർന്ന വിവരങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇതിന്റെ പേരിൽ തുടങ്ങിക്കഴിഞ്ഞു രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധം. സർ, സമയത്തിന് മീറ്റിംഗിലെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. റോഡ് വികസനം, നഗരവൽക്കരണം, ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത പാഴ് പദ്ധതികൾ. ಕೊಡ್ರಾ ಸರ್ சார் இது என்ன சார்? இது உனக்காகத்தான். நிஜமா சார்? நிஜம். இந்த உலகத்தில் எல்லாமே போய் என்று எழுதப்பட்டதான் நிஜம். ஒரு நாள் உன்னை வந்து சூப்பர்மேன் ஆக்க போறேன். சொல்லு,
உனக்கு என்ன வேணும்? சார் யார் இந்த சூப்பர்மேன்? நீ அந்த எந்திரன் பார்க்கலையா? ஆமா. அந்த ரஜினி சார் மாதிரி. நிஜமாவா? ஆமாடா. ரஜினி சார் மாதிரியா? அப்படி நான் கண்டிப்பா வேணும் சார். Roboda, 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 Roboda.